മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇന്ന് രാവിലെ 10 മണിക്ക് പാണക്കാട് ചേരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാടിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗിൽ വലിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. അവർ ആ നീരസമൊക്കെ പ്രകടിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ ലീഗിൻ്റെ യോഗമുണ്ട്. എന്താണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട? എന്താണ്? മന്ത്രിമാർ ആരൊക്കെ വേണം എന്ന തീരുമാനം അതുതന്നെയായിരിക്കും അല്ലേ? മായ, തീർച്ചയായും മന്ത്രിമാരെ തീരുമാനിക്കുക, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ള ഒരു അതൃപ്തി അതിൽ നിലപാടെടുക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ നേതൃയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണിക്ക് പാണക്കാടാണ് യോഗം നടക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി ചർച്ചകൾ നീണ്ടുപോകുന്നത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ UDF ഭരണകാലത്ത് 5ാം മന്ത്രി വിവാദം ഉണ്ടായതുപോലെയുള്ള ഒരു വിവാദം ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ BJP ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള മുഖ്യമന്ത്രിയാണ് വരാൻ പോകുന്നതെന്നുള്ള ആരോപണം BJP ഉയർത്തി കഴിഞ്ഞു. ഇതെല്ലാം മുസ്ലിം ലീഗിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നീണ്ടുപോകുന്നതും ഒപ്പം തന്നെ ജയിച്ച MLA മാർക്ക് തങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ തങ്ങളുടെ മണ്ഡലത്തിൽ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കല്യാണങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയെല്ലാം ചോദ്യം ഉണ്ടാകുന്നത് ആരാണ് മുഖ്യമന്ത്രി? വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തർക്കമുണ്ടാകുന്നത് ലീഗിന് വലിയ തോതിൽ ക്ഷീണം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ലീഗ് ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളല്ലെങ്കിലും ജില്ലാ നേതാക്കളിലൂടെ ഇക്കാര്യം പ്രകടിപ്പിച്ചത്. കൂടാതെ MLA മാരും ഇത്തരം കാര്യങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ആബിദ് ഹുസൈൻ തങ്ങൾ, കോട്ടക്കലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA ആയ ആബിദ് ഹുസൈൻ തങ്ങൾ അമൃത വാർത്തകളോട് തന്നെ ഇത്തരത്തിൽ അതൃപ്തി വെളിവാക്കുകയുണ്ടായി. എന്തായാലും ഈ അതിർത്തികളിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ലീഗ് ഇന്നത്തെ യോഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ അന്തിമമായി തീരുമാനിക്കുക, ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയിൽ ഒരു അംഗീകാരം നേടുക എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ഇതിൽ ഷംസുദ്ദീൻ, മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ മന്ത്രിസഭാ ലിസ്റ്റിലുണ്ട്. ഒപ്പം തന്നെ ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, KM ഷാജിയുണ്ട്, PK ബഷീറുണ്ട്, കൂടാതെ അഷ്റഫ് പാറക്കൽ കോഴിക്കോട് നിന്നുള്ള MLA, ഇവരെല്ലാം ഉണ്ട്. ഇതിൽ ആര് വേണം, എത്രത്തോളം മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള കാര്യങ്ങൾ 5 മന്ത്രിസ്ഥാനമെങ്കിലും മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിൽ 2ാം സ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കണമെന്ന് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നു. അതിനാൽ തന്നെ UDF കോൺഗ്രസിന് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ലീഗിനുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം ഒരു അന്തിമ തീരുമാനമെടുക്കുക, ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അതൃപ്തിയിൽ ഒരു നിലപാടെടുക്കുക, ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുക എന്നതുകൂടിയാണ് ലീഗ് ഇന്നത്തെ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മായ, ശരി. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. ലീഗിന്റെ നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് നിലപാടിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്യും.